ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നീണ്ട കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാർബിൾ കേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി നമുക്ക് ഒരു അരിപ്പയിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്. ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാം. കുറഞ്ഞതൊരു 3 പ്രാവശ്യമെങ്കിലും നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ട ഒരു ക്ലീൻ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോ സ്പീഡിൽ ഒന്നത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് വേണം ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാൻ. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്ക് ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല. നമുക്കിതുപോലെ ഒരു സ്പാച്ചുല വെച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിലേക്കുള്ള വാനില മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചോക്ലേറ്റ് മിക്സ് തയ്യാറാക്കാൻ വേണ്ടി ഇതിൽ നിന്ന് ഒരു 1/4 കപ്പ് നമുക്കിതെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ഒരു അരിപ്പ ആദ്യം വെച്ച് കൊടുക്കാം. അതിലോട്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് അരിച്ചു ചേർക്കാം. കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ ഇത് ബാറ്റർ ഒന്ന് ടൈറ്റായിട്ട് വരും. അപ്പോൾ ഇതൊന്ന് ലൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാല് കുറച്ച് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബേക്കിംഗ് ട്രേ എടുക്കാം. അതിലോട്ട് നമുക്കൊരു ബാറ്റർ പേപ്പർ നിരത്തിയിട്ട് ഇതുപോലെ ആദ്യം ഒരു വാനില മിക്സ് ഒഴിച്ചു കൊടുക്കാം.
അതിന് മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ചോക്ലേറ്റ് മിക്സ്ചർ അതും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഷേപ്പിലൊക്കെ വ്യത്യാസം വരുത്താം. ഇതുപോലെ നമുക്ക് ഈ പ്രൊസീജിയർ നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഈ ബാറ്റർ തീരണ വരെ ആദ്യം കുറച്ച് വാനില, പിന്നെ കുറച്ച് ചോക്ലേറ്റ് മിക്സ്ചർ അങ്ങനെ ചേർത്ത് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ബാറ്ററും ചേർത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ട്രേ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഓവൺ പ്രീ ഹീറ്റ് ചെയ്ത 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവണിലോട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ്സ് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയായ സോഫ്റ്റ് കേക്കാണിത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.